ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വി എസ് വ്ലോഗ്സ്. ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നത് ഒരു IP ക്യാമറയുടെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഈ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നോർമൽ IP ക്യാമറ ഉപയോഗിച്ച് കാണുന്നത് പോലെ ജസ്റ്റ് ഫോം വ്യൂ കാണാൻ മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്നത്. നമുക്കിത് കൊണ്ട് കോൾ ചെയ്യാനും സാധിക്കും. അതും HD അൾട്രാ HD കോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു IP ക്യാമറയാണ്. പിന്നെ ഇതിനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് റീസെറ്റ് ബട്ടൺ ഉണ്ട്. എസ്പെഷ്യലി നമുക്ക് മെമ്മറി കാർഡ് ഇട്ട് റെക്കോർഡ് ചെയ്യാം. ക്ലൗഡ് റെക്കോർഡിംഗ് ഓപ്ഷൻസും ഉണ്ട്. അതിന് നമ്മൾ പേ ചെയ്യണം. പക്ഷേ നമ്മൾ മെമ്മറി കാർഡ് ഇട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലൗഡ് റെക്കോർഡിങ്ങിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പ്രോഗ്രാമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ അതിനകത്ത് ആഡ് ചെയ്യാം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാമറ ഉപയോഗിച്ച് നമുക്കിപ്പോൾ ഇന്ത്യയിലുള്ള ഒരു ആൾക്ക് അവരുടെ വീട്ടിൽ ക്യാമറ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കോൾ എന്നുള്ള ഓപ്ഷനുണ്ട്. ആ വീഡിയോ കോൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ ഫോണിലാണോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ആപ്പ്, അവർക്ക് നോർമൽ ഫോൺ കോൾ പോകുന്നത് പോലെ ഒരു കോള് അവർക്ക് ചെല്ലുന്നതാണ്. അത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, IP ക്യാമറ സമ്മൺ റിക്വസ്റ്റ് ടു സ്പീക്ക് ടു യു എന്ന് കാണിക്കുക, ഇതുപോലെ വരും. ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ IP ക്യാമറയിൽ തന്നെ ഒരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ നമ്മളെ കാണുകയും IP ക്യാമറ വഴി അവരെ കാണുകയും ചെയ്യാം. വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതാണ്. നമുക്ക് ക്യാമറ സ്വിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി അൾട്രാ HD ആണ്. നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് നമ്മൾ കാണുന്നതെന്നുള്ളത്. നമുക്കതുപോലെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാമറയുമാണ്. നമ്മളിപ്പോൾ പിള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ, കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അവരെയും കാണാൻ പറ്റും, അവർക്ക് നമ്മളെയും കാണാൻ പറ്റും. അങ്ങനെയാണ് ഞാനത് വാങ്ങിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി യൂസായിട്ട് തോന്നി. ഈ ക്യാമറയ്ക്ക് നമുക്ക് മ്യൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ ക്യാമറ ഓഫ് ചെയ്യാനും എല്ലാ ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കോൾ ചെയ്യാനുള്ള 2 ബട്ടൺസ് ക്യാമറയിൽ തന്നെ ഉണ്ട്. ഒരു ഗ്രീൻ ബട്ടണും ഉണ്ട്, ഒരു റെഡ് ബട്ടണും ഉണ്ട്. അപ്പോൾ ഗ്രീൻ ബട്ടണിൽ വെച്ച് നമുക്ക് കോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിലോട്ട് കോൾ വരികയും റെഡ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം. ഈവൻ നമ്മൾ റെഡ് ബട്ടൺ മാത്രമേ ഉപയോഗിച്ചാലും കോൾ വരും, പക്ഷേ ക്യാൻസലും ചെയ്യാൻ പറ്റും. ഞാനത് രണ്ടും ട്രൈ ചെയ്ത് നോക്കി. അതും നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ ഒരു സാധാരണ കോൾ നമ്മൾ വിളിക്കുന്ന അതേ സ്പീഡിൽ തന്നെ നമുക്ക് കിട്ടും. ലാഗൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു ക്യാമറയാണ്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. കോൾ വിളിക്കുമ്പോൾ തന്നെ വിളിക്കുകയും അത് തന്നെ കട്ട് ചെയ്യാനും നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. അതുകൂടാതെ നമുക്ക് അതിൽ തന്നെ ഒരു ക്ലോക്കുണ്ട്, ഡേറ്റും ടൈമും അറിയാം. അപ്പം അതും ഒരു യൂസാണ്. നമ്മളൊരു റൂമിൽ വേറെ ക്ലോക്ക് വെച്ചിട്ടില്ലെങ്കിൽ ഇതിൽ കൂടെ തന്നെ നോക്കാൻ പറ്റും. പിന്നെ നൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബെഡ്റൂമിലൊക്കെയാണ് വെച്ചേക്കുന്നത്, പിള്ളേരെ മൗണ്ടർ ചെയ്യാൻ വെച്ചേക്കുന്നതാണെങ്കിൽ ആ ലൈറ്റ് ഓഫ് ചെയ്യാനും പറ്റും. കാരണം രാത്രിയിലാകുമ്പോൾ പിള്ളേരൊക്കെ ഉറങ്ങാൻ പാടായിരിക്കും, വെട്ടം കൂടുതലാകുമ്പം ക്യാമറയിൽ നിന്നുള്ള LCD എന്നുള്ള LCD എന്ന് വരുന്ന വെട്ടം. അപ്പോൾ അത് നമുക്ക് ഫോണിൽ കൂടെ തന്നെ അത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇത് കണക്ട് ചെയ്യാനും വളരെ ഈസിയാണ്. അതിൽ പുറകിൽ ക്യാമറയുടെ പുറകിൽ ഒരു QR കോഡുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വൈഫൈയുടെയും പാസ്വേഡിൻ്റെയും അടിക്കാനുള്ളൊരു ഓപ്ഷൻ വരും. നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പോലെ ചെയ്താൽ മതി. സ്കാൻ ടു ആഡ് എന്നുള്ള ഓപ്ഷനിൽ ക്യാമറയുടെ പുറകിൽ ഒരു QR കോഡുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് വൈഫൈയുടെ പാസ്വേഡും ചോദിക്കും. ഇപ്പോൾ വീട്ടിലെ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കണക്റ്റ് ആവുകയും ചെയ്യും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞങ്ങളുടെ വൈഫൈ കണക്റ്റാണ്, ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തതാണ്. ഞാനിപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പാസ്വേഡ് അടിച്ച് നെക്സ്റ്റ് സ്റ്റെപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു QR കോഡ് വരും. ഈ QR കോഡ് ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ അത് ഓട്ടോമാറ്റിക് സ്കാൻ ആവും. അപ്പോൾ നമുക്കൊരു സൗണ്ട് കേൾക്കാൻ പറ്റും. ക്യാമറ റെഡി ടു കണക്ട് എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു സൗണ്ട് വരികയും ക്യാമറ കണക്റ്റ് ആവുകയും ചെയ്യും. ഇതിലുള്ളൊരു വലിയൊരു യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിന്ന് നമ്മളിപ്പോൾ ക്യാമറയിലേക്ക് കോൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരാൾ വേണ്ട അറ്റൻഡ് ചെയ്യാൻ. ഓട്ടോമാറ്റിക്കലി ക്യാമറ നമ്മുടെ ഫോൺ പിക്കപ്പ് ചെയ്യും, അവിടെ നമ്മുടെ സ്ക്രീൻ വരികയും ചെയ്യും. ഉള്ളി നമുക്ക് ക്യാമറയിൽ നിന്ന് ഫോണിലേക്ക് കോൾ ചെയ്യാൻ മാത്രം നമ്മൾ ബട്ടൺസ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അത് വളരെ യൂസാണ്. നാട്ടിൽ ഫാമിലിയൊക്കെ പ്രായമായ ആൾക്കാരൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവരെ കാണണമെങ്കിൽ പെട്ടെന്ന് വിളിക്കണമെങ്കിൽ കാണുകയും ചെയ്യാം. ഞാൻ ഈ ക്യാമറ വാങ്ങിയത് ടിമുവിൽ നിന്നാണ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഏകദേശം ഒരു €22 അടുത്ത് അതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ, സീ യു.